ഹായ്, ഞാൻ ജൂഡി. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനു മുമ്പ് ഒരു സ്മോക്കിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്മോക്കിംഗ് ഡിസൈനിൽ ഒന്ന് രണ്ട് പേരൊക്കെ എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു ആ ഡിസൈനിൽ ഫ്രോക്കൊക്കെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രീൻ ചെറുപയർ കളറിൻ്റെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് സാറ്റിൻ തുണിയല്ല, അതല്ലാത്ത ഒരു റോസ് സിൽക്കൊക്കെ പോലത്തെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3.5-4 വയസ്സുള്ളൊരു കുട്ടിക്കുള്ള ഉടുപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇത് പ്ലെയിൻ തുണിയാണ്. ഞാൻ ഇതിലിനി ആ സ്മോക്കിംഗ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരയ്ക്കാം. ഓക്കെ, ഞാനിത് വരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ പ്ലെയിൻ തുണിയാണ്, ഇതിൽ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ തുണിയിലാണ് സ്മോക്കിംഗ് ഡിസൈൻ ചെയ്തിട്ട് ഫ്രോക്ക് തയ്ക്കാൻ പോകുന്നത്. ഓക്കെ, ഞാനിനി ഇതിൽ ഈ സ്കെയിലിൻ്റെ വീതിയിലും നീളത്തിലും ഞാൻ കോളം വരയ്ക്കുന്നുണ്ട്. ഞാൻ വരച്ചതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പം എനിക്ക് ഇത് ഞാൻ ഇച്ചിരി നീളമുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 74 സെൻറ്റിമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഇവിടം വരെ. ഇതിൻ്റെ വീതി വന്നേക്കുന്നത് 48 സെൻറ്റിമീറ്ററാണ്. ഇഞ്ചല്ല വന്നേക്കുന്നത്, സെൻറ്റിമീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് കുറച്ച് സ്ഥലം വിടണം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും സ്ഥലം വിടണം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും. അതായത് നമ്മൾ ഈ ഡിസൈൻ വരയ്ക്കുന്നതിൻ്റെ 4 വശത്തും കുറച്ച് ഗ്യാപ്പ് ഇടണം. ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇവിടെ കോളം വരയ്ക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് വിട്ടില്ലെങ്കിൽ കൈക്കുഴിയും നെക്ക് പോർഷനും താഴത്തെ യോക്കിൻ്റെ ഇതിങ്ങനെ മടക്കി അടിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്യാപ്പ് വേണം. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഫുള്ള് ഈ തുണി മൊത്തം നമ്മളത് വരച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ഈ തുണീൻ്റെ 4 വശത്തും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ കോളം വരച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട പോർഷനിലെല്ലാം ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ നീളത്തിലും വീതിയിലും ഞാൻ ചെറിയ ചെറിയ ചതുരം വരച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഓക്കെ, ഇത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അറിയാൻ വയ്യാത്തവർക്ക് ആ ഒരു വീഡിയോ കയറി കാണാം. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരു സൂചി നൂല് എടുത്തിട്ടുണ്ട്, സെയിം കളർ തന്നെ നൂല് ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഇതെല്ലാ കോളത്തിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നില്ല, ഒന്നിടവിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോളത്തിൽ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളം ചെയ്യില്ല, അടുത്ത കോളം ചെയ്യും. അതുപോലെ ഈ കോളത്തിൽ ചെയ്യില്ല, താഴത്തെ കോളത്തിൽ ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടുന്ന് ഇങ്ങനെ സൂചി എടുത്തിട്ട് ഇവിടെ കൂടെ എടുക്കുക. ഈ ചതുരം ആകൃതിയിൽ നമ്മൾ ഇങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക. വലിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നേരെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടിടണം. ഒരു 2-3 തവണയെങ്കിലും എടുത്ത് കെട്ടിടാൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചുമ്മാ ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ മാത്രം പോരാ. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ കെട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നമ്മളൊന്ന് ഒരു തവണ അലക്കിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ നൂല് വിട്ടുപോകും. ഇത് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതുപോലൊക്കെ കുരുക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്.
അന്ന് ഞാൻ ചെയ്ത വീഡിയോയിൽ നടുക്ക് ഞാൻ മുത്തുകളോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു ഫ്രോക്ക് തയ്ക്കുന്നത് കൊണ്ട് ഞാൻ ഇതിങ്ങനെ ഡിസൈൻ കൊടുത്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കുഞ്ഞു മുത്തില്ലേ ഇതും കൂടി സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പം ഈ ഒരു ഇതിൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് നമുക്ക് കഴിയും. ആ മുത്തും നല്ലപോലെ ഒന്ന് തയ്ച്ച് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് കെട്ടിടണം. കെട്ടിടുമ്പോൾ നൂലൊക്കെ കുരുങ്ങാതെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. കണ്ടോ? ഇനി നമുക്കിവിടെ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമോ? ഇതിപ്പോൾ സാറ്റിൻ തുണിയല്ലല്ലോ, സാധാരണ കോട്ടൺ പോലത്തെ തുണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചുളുക്കൊക്കെ വരുന്നത്. അത് നമുക്ക് പതുക്കെ അകത്തോട്ടൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചുളുക്ക് മാറും. കണ്ടില്ലേ? ഇനി ഞാൻ ഇത് മൊത്തം ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവസാനം ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ആ തുണിയിലേക്ക് ആ സ്മോക്കിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ചെയ്യുന്നത്. താഴെ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം ഈ തുണി കൊണ്ട് മാത്രം ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് യോക്കിൻ്റെ സൈഡ് മൊത്തം ഈ ഒരു ഡിസൈൻ ചെയ്തിട്ട് നടുക്ക് ഒരു കുഞ്ഞി ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ നടുക്ക് ബീഡ്സ് ഒന്നും വെച്ചിട്ടില്ല. ഇതൊരു ചെറിയ ബീഡ്സ് വെച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഇത് ഇങ്ങനെ അഴിഞ്ഞു പോകാതിരിക്കാൻ, അതായത് നമ്മളിപ്പോൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെയൊക്കെ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഡിസൈൻ ചെയ്ത 4 വശത്തും ഈ വശത്തില്ല, മോൾ ഭാഗം ഒക്കെ ഇങ്ങനെ കറക്റ്റ് പ്ലീറ്റ് ചെയ്തിട്ട് ഇതേ ഡിസൈനിൻ്റെ കണ്ടില്ലേ ഈ ഒരു പെറ്റലിൻ്റെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ പിടിച്ച് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഞാൻ ഫ്രോക്ക് വെട്ടിയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഡിസൈൻ കൊടുത്തിരിക്കുന്ന ക്ലോത്ത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ചെറിയ പീസായിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുട്ടീൻ്റെ ഒരു അളവിൽ വെച്ചിട്ട് എൻ്റെ യോക്ക് പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ലൈനിങ് തുണിയാണിത്. ഇത് നല്ല തുണി. അപ്പോൾ ലൈനിങ്ങിലാണ് ഞാൻ ആദ്യം വെട്ടിയേക്കുന്നത്. ഇത് ഞാൻ 2 പീസ് തുണി എടുത്തിട്ട് 4ആയിട്ട് മടക്കിയിട്ട് കുട്ടിയുടെ അളവിൽ കൈക്കുഴിയും ഇത് നെക്ക് ഭാഗം വരുന്നത്, ഇത് താഴ്ഭാഗം വരുന്നത്, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിരിക്കുന്നത് കോട്ടൻ്റെ ലൈനിങ് തുണി വെച്ചിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം കറക്റ്റാണോ എന്ന്. ഈ ഡിസൈനിൻ്റെ പുറത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റായിട്ടാണ് വരുന്നത്. ഇനി ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഈ തുണിയും അതേ ഡിസൈനിൽ വരും. അപ്പോൾ നമുക്കിനി എക്സ്ട്രാ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഞാനിപ്പോൾ ആ ലൈനിങ് എടുത്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മെഷീനിൽ തയ്ക്കുന്നത് കാണിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അത് തന്നെയല്ല, എനിക്ക് മെഷീനിൽ സൗണ്ടാണ് ഓൾറെഡി. ഇപ്പോൾ ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ചിലപ്പോൾ കേൾക്കാൻ പറ്റില്ല. നേരത്തെയൊക്കെ ഓരോ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും പറയാറുണ്ട് ആൾക്കാർ തീരെ സൗണ്ട് ഇല്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്ക്കുന്ന വീഡിയോ കാണിക്കാത്തത്. ഇത് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ലൈനിങ് എടുത്തിട്ട് ആദ്യമേ ഇതിൻ്റെ നല്ല വശത്ത് ഇപ്പം ഞാൻ ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നല്ല വശത്തോട്ട് ഇത് നല്ല വശമല്ലേ, ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ലൈനിങ് വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തയ്യൽ തയ്ച്ചു. എന്നിട്ട് ഇതിങ്ങനെ മറിച്ചിട്ടതാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ നെക്കിൻ്റെ ഭാഗമാണ് കാണുന്നത്. അങ്ങനെ മറിച്ചിട്ടതാണിത്. അതിനുശേഷം അപ്പം മറിച്ചിട്ടപ്പോഴത്തേക്ക് ഇവിടെ വന്നല്ലോ. അതിനുശേഷം ഞാൻ ഈ കൈക്കുഴീൻ്റെ ഇവിടെ ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ മടക്കി തയ്ച്ചു.
ഇതിപ്പം ഈ മടക്കൊക്കെ കാണുന്നത് നമ്മുടെ ആ ഡിസൈനിൻ്റെ മടക്കാണ് ഈ കാണുന്നത്. അങ്ങനെ 2 കൈക്കുഴി ഇങ്ങോട്ടേക്കാക്കി മറിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഈ ഇവിടുത്തെ തുണീൻ്റെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഓൾറെഡി കട്ട് ചെയ്തു. പിന്നെ ഈ സ്റ്റിച്ചിങ് ഇവിടെ ലൈനിങ്ങിൽ ഇവിടെ നിന്ന് തയ്ച്ചു. ഈ 4 വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഓക്കെ, സ്റ്റിച്ച് ചെയ്തപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന സ്കേർട്ട് പോർഷനാണ്. അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ഫ്രില്ല് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കുട്ടീൻ്റെ അളവിൽ ഫ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ലൈനിങ്ങും അതുപോലെ തന്നെ ഫ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ലൈനിങ്. ഇനി ലൈനിങ്ങും ഇതും കൂടി കൂട്ടി ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്യും. ഞാൻ അതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ലൈനിങ്ങും ഇത് ലൈനിങ്, ഇത് മോൾ ഭാഗം, ഇത് തമ്മിൽ ഇങ്ങനെ കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് വെച്ചിരിക്കുന്ന യോക്ക് ഭാഗം ഇതിലേക്ക് നമ്മൾ ജോയിൻ്റ് ചെയ്യും. ഓക്കെ, കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഇതിലേക്ക് ജോയിൻ്റ് ചെയ്യാം. ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാനിത് യോക്കും സ്കേർട്ട് പോർഷനും കൂടെ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടിയിൽ ലൈനിങ്ങും ഉണ്ട്, ഇൻ്റർലോക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യണം. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് ജോയിൻ ചെയ്യണം. എന്നിട്ട് ഇതിപ്പോൾ ഞാൻ 2 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് കൈക്കുഴി എടുത്തിട്ട് നമുക്ക് എത്രയാണോ കൈക്കുഴി വേണ്ടത് അവിടുന്ന് ഇവിടെ നമുക്ക് സ്ട്രിപ്പ് വരും. അതായത് നമ്മൾ സ്ലീവ് വെക്കുന്നതിന് പകരം ഞാൻ ഇവിടെ സ്ട്രിപ്പ് വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ കറക്റ്റ് കൈക്കുഴി എടുത്തിട്ട് വണ്ണവും വേസ്റ്റിൻ്റെ വണ്ണവും എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്യും 2 സൈഡും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തന്നെ തുണി എടുത്തതിന് ശേഷം ചെറിയൊരു സ്ലീവായിട്ട് ഇത് ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കറക്റ്റ് കൈയുടെ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് അപ്പം സ്ലീവായിട്ടുണ്ട്. ഞാനിത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെ വരുമെന്ന്. ഓക്കെ, ഫുള്ള് ഞാൻ തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഞാൻ സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ചെറിയൊരു 2 വള്ളി പോലെയുള്ളൊരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൈക്കുഴിയൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ചെറിയൊരു ബെൽറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതും ഈ സ്ലീവിൻ്റെ ഒക്കെ തന്നെ സെയിം അളവിൽ ഒരു തുണി എടുത്തിട്ട് മടക്കി ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിരിക്കുന്നതാണ് വരുന്നത്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഇതൊന്ന് കുട്ടീനെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുന്നതെന്ന്. ഓക്കെ, അവൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ലുക്കാണ് ഇതുള്ളത്. യോക്ക് പോർഷൻ ഫ്ലവറിൻ്റെ ഇത് വരുന്നുണ്ട്. താഴെ ബെൽറ്റ് വന്നപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായെന്ന് എനിക്ക് തോന്നി. പിന്നെ ബാക്കിൽ ഞാനൊരു ബോയും കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം അതിൽ സിബ്ബോ ഓപ്പണോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബോയും കൂടെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ടപ്പോഴത്തേക്ക് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഉടുപ്പ്. പിന്നെ നമ്മൾ ക്യാമറേൻ്റെ ആയിരിക്കും ആ കളറൊന്നും അല്ല ഇതിൽ എക്സാക്റ്റ് കാണുന്നത്. ഇപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് തയ്ച്ച് നോക്കൂ. എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കൂ. ഓക്കെ, താങ്ക് യു.